അങ്ങനെ ദേവയാനി കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് ഒരു അവസരമായിട്ട് മുതലെടുക്കാൻ തീരുമാനിക്കുകയാണ് ജലജ. അങ്ങനെ അഭി പുറത്തോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് അവനെ പിടിച്ചു നിർത്തിയിട്ട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും നിന്റെ അമ്മായി കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി 50 ലക്ഷം രൂപയുടെ ചെക്കാണ് അമ്മായി എടുത്തു വെച്ചത്. പക്ഷെ അത് ഇതുവരെ അവർ മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നീ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊടുത്താൽ ആ പൈസ നമുക്ക് തട്ടാൻ പറ്റും. പിന്നെ പണത്തിനോട് വലിയ ആർത്തിയൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെ ആയിരിക്കണം നീ തപ്പി കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ജലജ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ അമ്മയുടെ ബുദ്ധിയൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ പിടിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. മണ്ടത്തരമല്ലേ ഇത് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ അത് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അമ്മായിക്ക് ഏതായാലും ആ കരൾ തന്ന പെൺകുട്ടി ഏതാണെന്നുള്ളത് അറിയില്ലല്ലോ. അത് കണ്ടെത്തി കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടിയെക്കുറിച്ച് ആദർശേട്ടനും അതുപോലെ തന്നെ ഏട്ടനുമൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അവർക്കെല്ലാം അറിയുകയുള്ളൂ. പക്ഷെ നിന്റെ അമ്മായി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ നീ കാണിച്ചു കൊടുത്താലും അതൊന്നും അവരോട് പറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്ത്. നിനക്കായാലും പെൺകുട്ടികളെ കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാരണം ഒരുപാട് കുട്ടികളുമായിട്ട് നീ ഇപ്പോഴും അടുപ്പമുണ്ടല്ലോ. അതിൽ നിന്ന് ഏതെങ്കിലും പണത്തിനോട് ആർത്തിയില്ലാത്ത കുട്ടിയെ കണ്ടെത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭിക്കും ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി അവന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കാരണം അഭിക്ക് ഒരുപാട് പണത്തിന് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളഞ്ഞ വഴിയിലൂടെ പണം നേടാമെന്നുള്ളത് അഭി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അനന്തപുരിയിലോട്ട് അഭി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നേരെ അമ്മായിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മായി ഏതായാലും ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ അമ്മായിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അമ്മായിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടെത്തി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടിട്ട് ദേവയാനി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം നയനയാണ് കരൾ തന്നത് എന്നുള്ള വിവരം ദേവയാനി അറിഞ്ഞിരുന്നു. പക്ഷെ ദേവയാനി അറിഞ്ഞു എന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അഭി ആ സത്യം മനസ്സിലാക്കിയോ, നയനയാണ് കരൾ തന്നത് എന്നുള്ളത് അഭി അറിഞ്ഞോ എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ് ദേവയാനി. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, അമ്മായി ഏതായാലും ഇനി ആ പെൺകുട്ടിയെ തിരഞ്ഞ് അലഞ്ഞ് നടക്കണ്ട, ഞാൻ കണ്ടെത്തി വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ മുന്നിൽ നിർത്തി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയാണ് അമ്മായിക്ക് കരൾ തന്നത്. അമ്മായി ഏതായാലും ഇവൾക്ക് കൊടുക്കാനാണല്ലോ ആ ക്യാഷ് കൊണ്ട് നടന്നത്. ആദർശേട്ടനും അവരൊന്നും കൊടുത്തിട്ട് അവൾ സ്വീകരിച്ചില്ല. ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയതിന് ശേഷം പെൺകുട്ടിയോട് ഇവളോട് ചോദിച്ചു. ആ സമയത്ത് എനിക്കിപ്പോൾ പണത്തിൻ്റെ അത്യാവശ്യമൊന്നുമില്ല, ഞാനൊരു സഹായമായിട്ട് ഒരു സേവനം പോലെ ചെയ്തതാണ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കരൾ ദാനം ചെയ്യുക എന്നുള്ളത്. ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ പണം ആവശ്യപ്പെടാത്തത്. അവരുടെ ഭർത്താവും നല്ല സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അടുത്തുനിന്നും ആ പണം സ്വീകരിക്കാത്തത് എന്നൊക്കെ പറയുകയാണ് അഭി. ആ സമയത്ത് അഭി കള്ളത്തരം കാണിക്കുന്നതും ഒക്കെ ഒന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടി തന്നെയാണോ മോനെ എനിക്ക് കരൾ തന്നത്, നീ സത്യമാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് അതേ അമ്മായി, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മായിക്ക് സത്യം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ഈ പെൺകുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവയാനി അവരുടെ മുന്നിൽ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയോട് തിരിച്ചും മറിച്ചും ഓരോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിന് മുന്നിലൊക്കെ ആകെ പരിങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ആകെ വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ് പെൺകുട്ടി. എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ, നീ എന്തിനാ അഭി ഇങ്ങനത്തെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അഭി പറയുന്നുണ്ട്, അമ്മായി എന്തൊക്കെയായി പറയുന്നത്, ഞാൻ കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കൊണ്ടുവന്നിട്ട് അമ്മായിക്ക് കരൾ തന്ന കുട്ടിയെ കണ്ടെത്തി വന്നിട്ട് അമ്മായി ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി അഭിയുടെ ഷർട്ടിന് പിടിച്ചിട്ട് 2 അടി കൊടുക്കുകയാണ്. എന്നിട്ട് ഏട്ടാ നീ എന്താ വിചാരിച്ചത്, എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതോ, ഏകദേശം ആ കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്നുള്ളത് ഞാൻ ആരോടും വെളിപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ നീ ഇനി എൻ്റെ മുന്നിൽ നാടകം കളിക്കണ്ട. ഞാൻ പോലീസിനെ വിളിച്ചിട്ട് ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇവളെ വിളിച്ച് കൊണ്ടുവന്നിടത്ത് തന്നെ നീ കൊണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയും എല്ലാവരെയും വിവരം അറിയിച്ചിട്ട് ഞാൻ ഇവളെ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ആ പെൺകുട്ടി കരഞ്ഞ് ദേവയാനിയുടെ കാലിൽ വീഴുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ചേച്ചി, ആൻറ്റി എന്നോട്
മാഡം എന്നോട് ക്ഷമിക്കണം. ഇവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വന്നതാണ്. ഇവൻ എന്തൊക്കെയോ എന്നെക്കൊണ്ട് കാര്യങ്ങൾ ഉണ്ട്. അവന് പിടിച്ചു നിൽക്കാൻ അത്യാവശ്യമായതുകൊണ്ട് എൻ്റെ ഒരു സഹായം വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നാടകം കളിക്കാൻ ഒരുങ്ങിയത് എന്നൊക്കെ പറയുകയാണ് പെൺകുട്ടി. അങ്ങനെ അഭിയും പറയുന്നുണ്ട്. അത് പിന്നെ അമ്മായി, ഞാൻ പിന്നെ അമ്മായി ഏതായാലും ആ കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടക്കുകയാണല്ലോ. അതിൽ നിന്നൊരാശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു പെൺകുട്ടിയെ കൊണ്ട് കാണിച്ചു തന്നത്. എന്നാൽ പിന്നെ ആ ഒരു ടെൻഷൻ അമ്മായിക്ക് മാറിക്കോളുമല്ലോ എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശവും എനിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി ആ പെൺകുട്ടിയോട് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ്. എന്നിട്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും, പോലീസുകാരാവുമ്പോൾ നിന്നെ ഇടിച്ചൊക്കെ സത്യം പറയിപ്പിച്ചോളും എന്നൊക്കെ പറയുന്ന സമയത്ത്, അയ്യോ ഞാൻ സത്യം എന്താണെന്നുള്ളത് പറയാം, ഇവന് കുറച്ച് ക്യാഷിന് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് കരൾ തന്ന പെൺകുട്ടിയായി അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് കിട്ടും, അതിൽ നിന്ന് കുറച്ച് എനിക്കും തരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ അത് ഇത്തരത്തിലുള്ള ഒരു കളിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നെ നാടകം കളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഉള്ള സത്യം പെൺകുട്ടി തുറന്ന് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, നിനക്ക് ഇനിയും നിർത്താനായില്ലേ ഇത്തരം കളികളൊക്കെ? നിന്റെ അമ്മയുടെ കൂടെ കൂടിയിട്ട് നീ മോശപ്പെട്ട സ്വഭാവങ്ങൾക്ക് കൂട്ടുനിൽക്കൽ കുറച്ച് കൂടി വരികയാണ്. ഇതിൻ്റെ പിന്നിൽ നിന്റെ അമ്മയും ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത്, അയ്യോ ഞാനിത് ആവർത്തിക്കില്ല, പണത്തിൻ്റെ അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ഇനി ഞാൻ ആവർത്തിക്കില്ല, ദയവ് ചെയ്ത് അമ്മ ഈ കാര്യം മുത്തശ്ശനോടൊന്നും പറയരുത്, പറഞ്ഞാൽ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയായിരിക്കും ചെയ്യുക, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് പോവുകയാണ്.